കേരള രാഷ്ട്രീയം തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ വെളിച്ചത്തിലായിരിക്കുമോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു സമനിലയായിരിക്കുമോ സമവാക്യമായിരിക്കുമോ ഉണ്ടാവുക? കേരള ഇലക്ഷനിൽ സമനിലയ്ക്കുള്ള സാധ്യത തീരെ ഇല്ല എന്ന് തന്നെ പറയാവുന്ന രീതിയിലേക്ക് കാര്യങ്ങൾ വളരെ നാടകീയമായിട്ട് മാറിയിട്ടുണ്ട്. കോൺഗ്രസ് ക്യാമ്പിൽ വളരെ സജീവമായിട്ട് മുഖ്യമന്ത്രി കുപ്പായത്തിന്റെ അളവെടുക്കൽ ആരംഭിച്ചു കഴിഞ്ഞു എന്ന് മാത്രമല്ല, തൊഴുത്തിൽ കുത്തുപോലെ ഇടിയും അവിടെ സംഭവിക്കുന്നു എന്നുള്ളതാണ് പല റിപ്പോർട്ടുകളിൽ നിന്ന് കാണുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു കസേരയ്ക്ക് വേണ്ടിയാണ് അത്രയും കുത്തു വരുന്നത്. പക്ഷേ ഇപ്പം നാളെ മുനിസിപ്പൽ നഗര കോർപ്പറേഷനുകൾ, അതുപോലെ തന്നെ മുനിസിപ്പൽ കോർപ്പറേഷനുകൾ, ഇവിടെയൊക്കെ എല്ലാം ഉള്ള ആളുകളെ തീരുമാനിക്കുന്ന അടിയും പിടിയും കടിയും ഉന്തും തള്ളും എല്ലാം നടക്കുന്നുണ്ട് പല ക്യാമ്പുകളിലും എന്നാണ്. 1-2 എറണാകുളം തൃശ്ശൂരും മാത്രമേ ഇങ്ങനെ പുറത്ത് രക്ഷപ്പെട്ടു വന്നിട്ടുള്ളൂ. ബാക്കിയെല്ലാം കർട്ടന് പിന്നിലുള്ള അടി, തൊഴി, കുത്ത് എല്ലാം നടക്കുന്നുണ്ടെന്നാണ് കേട്ടത്. അതായത് കേരളത്തില് ഇതെല്ലാം നടക്കുന്നതിന്റെ കാര്യം എന്ന് പറയുന്നത് അധികാര രാഷ്ട്രീയത്തിന്റെ സമവാക്യം കോൺഗ്രസിൽ ഇപ്പൊ മാറിയിരിക്കുന്നു. കോൺഗ്രസിലെ സാധാരണ ABC ഗ്രൂപ്പുകളൊക്കെയാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പൊ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ, നേരത്തെ വയലാർ രവി പോലുള്ള പേര് പറഞ്ഞ് കരുണാകരൻ ഗ്രൂപ്പ് എന്ന് പറഞ്ഞ പോലെ ഇപ്പൊ വ്യക്തികളുടെ ഗ്രൂപ്പുകൾ മാത്രമായിട്ട് അത് ചുരുങ്ങിയിരിക്കുകയാണ്. ചെന്നിത്തലയ്ക്ക് ഗ്രൂപ്പുണ്ട്. ഇപ്പൊ പുതിയ ഗ്രൂപ്പ് വന്നിരിക്കുന്നത് KCയുടെ ഗ്രൂപ്പാണ്, KC വേണുഗോപാൽ ഗ്രൂപ്പ് എന്ന് പറയും. ലേറ്റസ്റ്റ് ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോ ഇപ്പം മത്സര രംഗത്ത് സജീവമായിട്ട് നിൽക്കുന്ന 4-5 പേരുണ്ട്. പക്ഷെ ഇവരുടെ സാധ്യതകൾ നോക്കുമ്പോൾ കെ മുരളീധരന് വലിയ സാധ്യത ഇല്ല എന്നുള്ളതാണ് കാണുന്നത്. നമ്മൾ മനസ്സിൽ വെച്ച് മദ്ദളം കൊണ്ടാണ് ആരായിരിക്കും മുഖ്യമന്ത്രി, അതാണ് മുഖ്യമന്ത്രിയാകാനായിട്ട് ഇപ്പോൾ ശരിയായ ഗോതയിലെ ഈ ഗുസ്തി നടന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ പ്രിയങ്കരനായ KC വേണുഗോപാലും അതോടൊപ്പം തന്നെ VD സതീശനും തമ്മിലാണ്. KCയും VDയും തമ്മിലാണ് നടക്കുന്നത്. കാരണം നേരത്തെ ഒരു പറ്റം ആൾക്കാരുണ്ടായിരുന്നു. ശശി തരൂർ സജീവമായിട്ട് രംഗത്തുണ്ടായിരുന്നു. പക്ഷേ മുസ്ലിം ലീഗിന്റെ ഗുഡ് ലിസ്റ്റിൽ നിന്ന് പാലസ്തീൻ വിഷയത്തിൽ അദ്ദേഹം ഒരു കമന്റ് പറഞ്ഞതോടുകൂടി ഔട്ടായി. കോൺഗ്രസിന്റെ ഹൈക്കമാൻഡിന് താല്പര്യമില്ലാത്തൊരു വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ കാര്യത്തിൽ തീരുമാനമായി. കെ മുരളീധരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് അധികാരം കൊടുത്തുപോയാൽ ബാക്കി എല്ലാവരോടും പല പ്രതികാര നടപടികളും ചെയ്യാൻ സാധ്യതയുണ്ട്. കരുണാകരന്റെ കാലത്ത് അദ്ദേഹം അനുഭവിച്ച കുറെ കാര്യങ്ങൾക്ക്. എന്നുകൊണ്ട് അദ്ദേഹത്തിലേക്ക് അത് പോകുന്നേ ഇല്ല തീരെ. പിന്നെ അടുത്തത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല സജീവമായിട്ട് ശബരിമല വിഷയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് രംഗത്ത് വരുന്നുണ്ടെങ്കിലും ഈ 2 വ്യക്തികൾ തമ്മിലുള്ള മത്സരത്തിൽ അദ്ദേഹം 3-ാം സ്ഥാനത്തേക്കാണ് പോയിരിക്കുന്നത്. കെ സുധാകരൻ കണ്ണൂർ ലോബിയുടെ പിന്തുണയുണ്ട് എന്നുള്ളതല്ലാതെ VD സതീശനുമായിട്ട് നല്ല യോജിച്ചുള്ള പ്രവർത്തനത്തിലല്ല എന്നുള്ളത് നമുക്ക് റിപ്പോർട്ടുകളിൽ നിന്ന് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ഫൈനൽ ലിസ്റ്റിൽ ആര് വരും എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇവർ തമ്മിലാണ് വരുന്നത്. അപ്പോ നറുക്ക് എന്ന് പറയുന്നത് KCക്ക് വീഴുള്ളൂ. പക്ഷെ അതിന്റെ മുന്നിൽ ഒരു നാടകമുണ്ടാകും. ആ നാടകം എന്ന് പറയുന്നത് ഹൈക്കമാൻഡ് സാധാരണ ഇവിടെ എന്ത് കാര്യത്തിന് വേണമെങ്കിലും ഹൈക്കമാൻഡ് തീരുമാനിക്കണമല്ലോ. ഇവിടെ നിന്നൊരു ലിസ്റ്റ് അങ്ങോട്ട് പോകുന്നു. ആ ലിസ്റ്റ് പരിശോധിച്ച് പഠിച്ച് എല്ലാ കാര്യങ്ങളും സമഗ്രമായിട്ട് അപഗ്രഥിച്ച് അതിനുശേഷം KCയെ പ്രഖ്യാപിക്കും. അല്ലാതെ KCയെ ഇങ്ങനെ കെട്ടിയിറക്കി എന്നൊരു തോന്നലുണ്ടാകും. ഇത്ര നാളും കേരള രാഷ്ട്രീയത്തിൽ മാറിയിരുന്നത്. പക്ഷെ അതോ ഇനി കർണാടക മുകളിലൊരു ഊഴമ്പ് വരുമോ? അത് സാധ്യത തീരെ കുറവാണ്. കാരണം KC അതിശക്തനാണ്. ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിൽ KCക്ക് അപ്പുറമായിട്ട് പോകണമെങ്കിൽ കേരള രാഷ്ട്രീയത്തിൽ കോൺഗ്രസിൽ പിളർപ്പുണ്ടാകണം. തന്ത്രശാലിയുമാണെന്ന് തോന്നുന്നു. കാരണം സമയമാവുമ്പോൾ രമേശ് ചെന്നിത്തലയും അതുപോലെ VD സതീശനും തമ്മിലൊരു മത്സരം നടക്കും. അപ്പൊ രണ്ടുമല്ലാത്ത ഒരു 3-ാം കക്ഷിയായിട്ട് താൻ വരാം എന്നുള്ള ടൈമിങ്ങോട് കൂടിയാണ് കേരളത്തിലേക്ക് വന്നത്. ഇപ്പൊ കണ്ടില്ലേ, നമ്മളിപ്പോ VD സതീശൻ ഇപ്പോൾ ഒരു കാര്യം പറഞ്ഞിരിക്കുന്നത്, ക്ലിഫ് ഹൗസിൽ നിന്നുള്ള 2 IPS ഉദ്യോഗസ്ഥർ വരുന്നുണ്ട് ഇത് SITയെ അടിച്ചമർത്താൻ വേണ്ടി എന്ന് പറയുന്നു. അതിനു മുമ്പേ ഒരു വെടിയങ്ങ് പൊട്ടിച്ചു. ആര്? നമ്മുടെ രമേശ് ചെന്നിത്തല. 500 കോടി രൂപയുടെ ഇടപാട് നടന്നു. ഇപ്പോൾ ഇതാ SIT അന്വേഷിച്ച് കഴിഞ്ഞപ്പം 1000 കോടിയുടെ ഏർപ്പാട് നടന്നിട്ടുണ്ട് പുരാവസ്തു കടത്തിന് വേണ്ടി എന്ന് കൺഫേം ചെയ്തു. അങ്ങനെ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ ഈ ടൈമിങ്ങിൽ തന്നെ രമേശ് ചെന്നിത്തല അദ്ദേഹത്തിൻ്റെ ഒരു പ്രതിഭാവിലാസം അങ്ങ് തെളിയിച്ചിരിക്കുകയാണ്. പണ്ട് മനോരമയായിരുന്നില്ല ഏറ്റവും കൂടുതൽ എക്സ്ക്ലൂസീവ് കൊടുക്കുന്നത്. ഇപ്പോൾ ആ സ്ഥാനം ഇപ്പോൾ രമേശ് ചെന്നിത്തല എന്ന് പറയുന്ന പ്രസ്ഥാനം നേടുകയും ചെയ്തു. അപ്പോൾ അതിനെ ഒന്ന് കൗണ്ടർ ചെയ്യാനായിട്ടാണ് ഇദ്ദേഹം 2 IPSകാരുടെ കാര്യം പറഞ്ഞത്. അപ്പം മത്സരം അവിടെ നടക്കുന്നു. ശബരിമല വിഷയത്തിൽ ഏതെങ്കിലും തരത്തിൽ ശ്രീ രമേശ് ചെന്നിത്തലയ്ക്ക് മേൽക്കൈ കിട്ടുകയാണെങ്കിൽ അത് മോശമാണ്. താൻ രംഗത്ത് കാഴ്ചക്കാരനായിട്ട് നിൽക്കരുത്, ഗാലറിയിൽ നിന്നാൽ പോരെ, ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കണം എന്നതുകൊണ്ടാണ് അദ്ദേഹം ഗ്രൗണ്ടിലേക്ക് വന്നത്. ഉടനെ കൗണ്ടർ അടിച്ചത് ആണ്. ഇനി വേറൊരു കാര്യം, നമ്മൾ ഇത്രയും നേരം പറഞ്ഞു വന്നത് നമ്മൾ UDF അങ്ങ് ജയിച്ചു. അങ്ങനെ ജയിക്കുമോ? UDF ജയിക്കുന്നതിന് ഇപ്പൊ എന്താ തടസ്സമുള്ളത്? ആക്ച്വലി അതായത് എല്ലാ അർത്ഥത്തിലും
തദ്ദേശ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ആത്മവിശ്വാസം കിട്ടാവുന്ന ഒരു വിജയം അവർക്ക് സമ്മാനിക്കപ്പെട്ടു. അത് സമ്മാനിക്കപ്പെട്ടതെന്ന് പ്രത്യേകം പറയുകയാണ്. കാരണം മറുപക്ഷം വീക്കാണെന്നുള്ളത് അമ്മയപ്പൻ സമ്മാനിച്ചാണ്, മറുപക്ഷം വീക്കുമാണ്. അപ്പൊ ഈ സമ്മാനിച്ച വിജയത്തിൽ അവർക്ക് ആത്മവിശ്വാസം ഉണ്ടാകും. എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിക്കുക. അവരുടെ നിരാശയിൽ നിന്ന് അവർ മോചിതരായി. പിണറായി ഇനി എന്തെങ്കിലും ഗിമ്മിക്ക് കാണിച്ച് കയറുമോ എന്നൊരു ഭയം അവർക്കുണ്ടായിരുന്നു, കിറ്റ് കൊടുത്തതുപോലെയൊക്കെ. പക്ഷെ പിണറായി ഇനി ശബരിമല വിഷയത്തിൽ എന്തൊക്കെ ചെയ്താലും അന്വേഷണത്തിലെ ഓരോ ഘട്ടത്തിലും കൂടുതൽ കൂടുതൽ പ്രതിസ്ഥാനത്തേക്ക് ഗവൺമെന്റിന്റെ ഭാഗത്ത് നിൽക്കുന്ന ആൾക്കാരോ മാറുകയാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ ഒരു തിരിച്ചുവരവിന് നേരത്തെ വന്ന തദ്ദേശ ഇലക്ഷന്റെ ഫലവും അതിനുശേഷം വന്ന കൂടുതൽ ഡേഞ്ചറസ് ആയ റിപ്പോർട്ടുകളും ഇടത് മുന്നണിയുടെ സാധ്യത ഇല്ലാതാക്കിയിട്ടുണ്ട് എന്നത് ഒരു ഗോൾഡൻ ചാൻസ് ആയിട്ട് UDF മുന്നിലുണ്ട്. അതിനൊക്കെ പോരാഞ്ഞത് ഇപ്പോൾ കേരള സഭ വീണ്ടും കൊണ്ടുവരിക. ജനങ്ങൾ ഇത്രയും വെറുത്ത ഒരു സംഭവമില്ല. ഇത് ആർക്ക് വേണ്ടിയാണോ എന്തോ കൊണ്ടുവന്ന ആവശ്യമില്ല അവരെ പിടിച്ച് നിയമസഭയുടെ കസേരയിലിരുത്തുക, അതിന് 10 കോടിയും ചിലവാക്കുക. അപ്പോൾ അൺപോപ്പുലറായിട്ട് താൻ ഏത് കാര്യം കൊണ്ടൊക്കെ തോറ്റുവോ ആ കാര്യങ്ങൾ തന്നെ വീണ്ടും ആവർത്തിച്ച് UDF വഴി ഒരുക്കുകയാണ്. ഇപ്പോൾ ഓരോ UDF കാരനും അവരുടെ വീടിൻ്റെ വാതിക്കൽ എഴുതി വെക്കേണ്ടത് പിണറായി ഈ വീടിൻ്റെ ഐശ്വര്യം എന്ന് എഴുതി വെക്കേണ്ട അവസരമാണ്. അപ്പോൾ താങ്കൾ പറഞ്ഞ ഏകദേശം ശരിയായിരിക്കും. പക്ഷേ നമ്മൾ കണ്ടിട്ടുള്ള ഒരു കാര്യം, എപ്പോഴും നിയമസഭാ തെരഞ്ഞെടുപ്പിൻ്റെ ചുവട് പിടിച്ചിട്ടാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ ചുവട് പിടിച്ച് അതേ രീതിയിലായിരിക്കും മിക്കവാറും സംസ്ഥാന തെരഞ്ഞെടുപ്പും വരിക എന്നുള്ള ഒരു കാര്യം കൂടി നമ്മൾ കണ്ടിട്ടില്ലേ? പാർലമെന്റുമായിട്ടാണ് വേറിട്ട് നിൽക്കുന്നത്. പക്ഷെ നിയമസഭയും ഇടയ്ക്ക് വ്യത്യാസം വന്നിട്ടുണ്ട്. ഇടയ്ക്ക് മാത്രം അത് വേറെ ചില കാരണങ്ങൾ എക്സ്ട്രേനിയസ്. അത് ഏറ്റവും നല്ല ഉദാഹരണമാണല്ലോ സാർ. പാർലമെന്റിലേക്ക് ഇവരെ അമ്പയെ പരാജയപ്പെടുത്തിയ കേരള ജനത തന്നെയാണ് നിയമസഭയിലേക്ക് അവരെ വീണ്ടും കൊണ്ടുവന്നു. അതിനു മുമ്പാണ് തദ്ദേശ തെരഞ്ഞെടുപ്പായിരുന്നു അതിന്റെ മാതൃക, വാർപ്പ് മാതൃക. അതാണ് ഞാൻ പറഞ്ഞത്, തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ രീതിയിൽ തന്നെയാണ് നിയമസഭ. അപ്പം ഒരു തദ്ദേശ തെരഞ്ഞെടുപ്പ് നടന്നു കഴിഞ്ഞാൽ അതിനടുത്ത് തന്നെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ പാറ്റേൺ ആൾമോസ്റ്റ് സെയിം ആയിരിക്കും. ഇതിനിടയ്ക്ക് ഇവർക്ക് ഒരു മേജർ സർജറി നടത്താനുള്ള സമയം കിട്ടുകയില്ല. കാരണം മുറിവ് അത്ര ആഴത്തിലുള്ളതാണ്. ശബരിമല വിഷയത്തിലുള്ള മുറിവ് എന്ന് പറയുന്നത് അത് കുറച്ച് സമയം കിട്ടിയാൽ ഒരുപക്ഷെ എന്തെങ്കിലും അവർക്ക് കാണിക്കാൻ പറ്റുമായിരുന്നു. പക്ഷെ അതിനുള്ള ഒരു സാഹചര്യം ഇപ്പോൾ നിലവിലില്ല എന്നുള്ളത് ദൗർഭാഗ്യകരമാണ്. റിക്കവറിക്കുള്ള സമയമില്ല. അടുത്ത അടി ഉടനെ വരിക തന്നെയുമല്ല. സാർ പറയും. അടുത്തതായിട്ടൊരു കാര്യം, BJPക്ക് എത്ര കിട്ടും? BJP എന്തായാലും 10 സീറ്റ് അവർ 10 11 സീറ്റ് അവർ പ്രതീക്ഷിക്കുന്നുണ്ട്. അത്യാഗ്രഹമല്ലേ അത് അത്യാഗ്രഹമല്ല. അവരെ സംബന്ധിച്ച് അവർ വർക്ക് ചെയ്താൽ കിട്ടും. പക്ഷെ ആ അത്യാഗ്രഹമല്ലേ എന്ന ചോദ്യത്തിന്റെ പിറകിലൊരു കാര്യമുള്ളത്, CPM-ഉം കോൺഗ്രസും തമ്മിൽ ഇവരെ ജയിപ്പിക്കാതിരിക്കാനായിട്ട് കാലാകാലങ്ങളായിട്ട് നടത്തുന്ന ക്രോസ് വോട്ടിംഗ് എന്ന് പറഞ്ഞൊരു സംവിധാനമുണ്ട്. അതായത് നിങ്ങളുടെ ഇന്ന മണ്ഡലത്തിൽ ഞങ്ങൾ സഹായിക്കാം, ഇവിടെ ഞങ്ങളെ തിരിച്ചു സഹായിക്കണം എന്ന രീതി, ആ രീതിയിലേക്ക് മാറിയാൽ മാത്രമാണ്. പക്ഷെ ഇലക്ഷൻ ആണെന്നും പറയാൻ പറ്റുകയില്ല. ഇതേ സെയിം തന്ത്രം തന്നെ CPM-ഉം BJP-യും തമ്മിൽ ചെയ്യാൻ പാടില്ല എന്നൊന്നുമില്ല. BJPക്ക് ഇവിടെ 16-ൽ നിന്ന് 20-ലേക്ക് അവരുടെ വോട്ടിംഗ് ശതമാനം കൂടുന്നു എന്നുള്ളതാണ് പ്രവണത നമ്മൾ കാണുന്നത്. അപ്പൊ ഒരു നിർണായക ശക്തിയായിട്ട് ഏത് മുന്നണിയെയും വിജയത്തിലേക്ക് കൊണ്ടുവരാവുന്ന ഒരു നിർണായക ശക്തിയായിട്ട് അവർ മാറിയിട്ടുണ്ട്. അപ്പോൾ ഇലക്ഷൻ തന്ത്രം രൂപീകരിക്കുമ്പോൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ UDF എത്ര നമുക്ക് അവസാനിപ്പിക്കാം? UDF എന്തായാലും മേൽക്കൈ നേടും. 70 ആണല്ലോ മിനിമം വേണ്ടത്. 70 കവർ ചെയ്ത് പോകും. 70 കവർ ചെയ്യും. കേവല ഭൂരിപക്ഷം കിട്ടും. സമനില കൈവരില്ല. അപ്പൊ പിന്നെ ബാക്കിയുള്ളത് നമുക്ക് പറയാം 70, 10, 80 പോയിട്ട് ബാക്കി 20, 60 താങ്കൾ ഉദ്ദേശിച്ചത്. അപ്പൊ 70 UDF നേടും, 60 LDF നേടും, 10 BJP. നല്ലൊരു ഇക്വേഷനാണ്. ഞങ്ങൾ എഴുതി വെച്ചിരിക്കും. തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഞങ്ങൾ ചോദിക്കും. നോക്കിക്കോളൂ. കാരണം അനുകൂലമായ ഘടകങ്ങളുണ്ട് കോൺഗ്രസിന്. ABC ന്യൂസിനും മലയാളത്തിൽ മാത്രമല്ല സംസാരിക്കാൻ അറിയാവുന്നത്, പറയാൻ അറിയാവുന്നതും. അതിന് ഹിന്ദിയും കൂടി ഉണ്ട്. ഒരു ABC ഹിന്ദി ന്യൂസ് ചാനലുണ്ട്. ABC ഹിന്ദി ന്യൂസ്. അത് കാണുക. ദേശീയമായിട്ടുള്ള കാര്യങ്ങൾ അതിലൂടെ കൂടുതൽ ആഴത്തിൽ മനസ്സിലാക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ABC ഹിന്ദി ന്യൂസ്.